നിങ്ങളുടെ അഭിഭാഷകനെ കാണാൻ പോകുമ്പോൾ കരുതി വയ്ക്കേണ്ട ഡോക്യുമെന്റുകളാണ്. വിവാഹം നടന്നതിന്റെ തെളിവ്, കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ്, മറ്റേതെല്ലാം രേഖകൾ വിവാഹജീവിതം തെളിയിക്കാൻ കഴിയുമോ അവയെല്ലാം കരുതി വയ്ക്കേണ്ടതാണ്. നിങ്ങളുടെയും നിങ്ങളുടെ പങ്കാളിയുടെയും വരുമാനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ, നിങ്ങളുടെ ചിലവുകളും ബാധ്യതകളും തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ, വിവാഹ ജീവിതത്തിലെ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട മെസ്സേജസ്, ഇമെയില്, വീഡിയോ, ഓഡിയോ ചാറ്റുകൾ, ടെക്സ്റ്റ് മെസ്സേജസ്, ഫോട്ടോസ് തുടങ്ങി ഇലക്ട്രോണിക്സ് എവിഡൻസുകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം കരുതി വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്നിട്ടുള്ള പോലീസ് കേസുകളോ, കോടതിയിൽ നടന്ന കേസിന്റെ വിധികളോ, സെറ്റിൽമെന്റ് ഡോക്യുമെന്റുകളോ, കുടുംബാംഗങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള രേഖാമൂലമുള്ള ധാരണകളോ അത്തരത്തിലുള്ളവയെല്ലാം കരുതി വയ്ക്കുന്നത് നല്ലതാണ്. പങ്കാളിയുമായി മാറി താമസിക്കുകയാണെങ്കിൽ രേഖാമൂലമാണോ, കോടതിയുടെ വിലക്കുകൾ കാരണമാണോ, എത്ര നാളായി മാറി താമസിക്കുന്നു തുടങ്ങിയവയുടെ രേഖകൾ കരുതി വയ്ക്കുന്നതും നല്ലതാണ്. കേസിലേക്ക് കടക്കാൻ കാരണമായ വിഷയം വ്യക്തമായി അറിഞ്ഞിരിക്കണം. നടന്ന സംഭവം, സമയം, അതിൽ ഉൾപ്പെട്ടതും സാക്ഷികളുമായിട്ടുള്ളവരുടെയും പേര്, വിവരങ്ങൾ തുടങ്ങിയവ എഴുതി വയ്ക്കുന്നത് ഉപകരിക്കും. നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഉദ്ദേശിച്ചത്, ഏത് നിയമപ്രകാരമാണ് തുടങ്ങിയ വിവരങ്ങളും അറിയേണ്ടതുണ്ട്.